ഇവൾ നസീമ. രചന അഞ്ചു. സ്വന്തം ഭർത്താവിനെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തടവുകാരിയായ നസീമയെ മരണം വരെ തൂക്കിലേറ്റാൻ ഈ കോടതി വിധിക്കുന്നു. വിധി കേട്ടൊരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ തലയുയർത്തി പിടിച്ച് അവൾ നിന്നു. അവൾ നസീമ. കോടതി മുറിയിലുണ്ടായിരുന്ന പലരും പല ഭാവങ്ങളോട് അവൾ നോക്കി. ചിലരുടെ കണ്ണുകളിൽ അവളോട് അലിവ് തോന്നി. പക്ഷേ കൂടുതൽ ആളുകളും ആ കൊലയാളിക്ക് അത് തന്നെ വേണമെന്നുള്ള അർത്ഥത്തിൽ അവളെ തുറിച്ച് നോക്കി. ഇവളൊക്കെ പെണ്ണ് തന്നെയാണോ? കെട്ടിയവനെയും സ്വന്തം ചോരി പറഞ്ഞ കുഞ്ഞിനെയും കൊന്നു കളഞ്ഞിട്ടൊരു കുറ്റബോധമില്ലാതെ നിൽക്കുന്നുണ്ടില്ലേ? പോലീസ് കയ്യാമ വെച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ നിന്ന് ചിലരുടെ സംസാരം നസീമയുടെ ചെവിയിൽ ചീളുകളായി വന്ന് തറഞ്ഞു. ജയിലറക്കുള്ളിൽ വിചാരണ തടവറയിൽ നിന്ന് തൂക്കിലേറ്റുന്നവർക്കായി പ്രത്യേകം പണി കഴിപ്പിച്ച സെല്ലിലേക്ക് അവളെ മാറ്റി. ജയിലറ പൂട്ടിയിട്ട് വാർഡനും മറ്റു പോലീസുകാരും പോയപ്പോൾ നസീമ ചുമരിൽ ചാരി കണ്ണടച്ചിരുന്നു. പണി കഴിഞ്ഞ് കയറി വരുന്ന സത്താറിനെ കണ്ട് കുഞ്ഞു നസീമ ഓടി വന്നു. സത്താർ വേഗോളം വാരിയെടുത്തു. ഉമ്മച്ചി, ദേ ഉപ്പച്ചി വന്നു. നസീമ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഉപ്പച്ചിയുടെ നാച്ചുമോൾക്ക് സുഖാണോ? അതേ ഉപ്പച്ചി. ഉപ്പച്ചി ഇന്നലെ വരാഞ്ഞ് നാച്ചു ഇത്ര നേരം കാത്തിരുന്നു എന്നറിയോ? അച്ചോടെ മുത്തേ, ഉപ്പാക്ക് ജോലിയല്ലേ, അതിലേ വരാഞ്ഞത്. ഇതെന്താ ഉപ്പിച്ചി? സത്താറിന്റെ കയ്യിലുണ്ടായിരുന്ന കവറിൽ തപ്പിക്കൊണ്ട് നാച്ചു നിഷ്കളങ്കമായി ചോദിച്ചു. ഇതെന്റെ നാച്ചുവിനല്ലേ? കഴിഞ്ഞ തവണ വന്നപ്പോൾ മോള് പറഞ്ഞില്ലേ കറങ്ങുമ്പോൾ പൊങ്ങിപ്പോകുന്ന പാവാട വേണമെന്ന്, അതാ ഇത്. നാച്ചു വേഗം പൊതിയഴിച്ച് നോക്കി. ഇളം നീല നിറത്തിലുള്ള പാവാടയും നീലയും വെള്ള ഇടകല നിറത്തിലുള്ള ഉടുപ്പുമായിരുന്നത്. നാച്ചു നോക്കുന്ന കണ്ടിട്ടാണ് സുൽഫി അങ്ങോട്ട് വന്നത്. എന്തിനാ ഇക്കായിപ്പോൾ ഇത് വാങ്ങിയത്? കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴോട് പറഞ്ഞൊക്കെ വാങ്ങി. ഓൾക്ക് ആവശ്യത്തിന് ഉടുപ്പുകളുണ്ടല്ലോ, പിന്നെന്തിനാ? അങ്ങനെ പറയല്ലേ സുലു, ഓൾക്ക് ഉടുപ്പുകൾ ഞാനല്ലാണ്ട് വേറെ ആരോ വാങ്ങിക്കൊടുക്കാൻ? അതല്ല ഇക്ക, കഴിഞ്ഞ ദിവസം കൂടി ആ പലിശക്കാരൻ അണ്ണാച്ചി വന്നിരുന്നു. ഇവിടെ കിടന്ന് കുറേ ബഹളം വെച്ചിട്ടാ പോയെ. ഈ ആഴ്ച കൂടി കാശ് കൊടുത്തില്ലെങ്കിൽ അയാൾ നമ്മളെല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കും. അറിയാം സുലു, ആ കാശ് ഞാൻ എങ്ങനെയും കൊടുത്തിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മോളെ കഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഓള് നമ്മുടെ രാജകുമാരിയല്ലേ. ഉപ്പച്ചി, ഇപ്പം എന്നെ കാണാൻ രാജകുമാരിയെ പോലെ ഉണ്ടോ? പിന്നെ ഉപ്പാന്റെ മുത്തിന്റെ മൊഞ്ച് കണ്ടാലേ അങ്ങ് അറബി നാട്ടിലെ രാജകുമാരൻ വരും കൊണ്ടുപോവാൻ. ഉപ്പാടെ മോളുടെ സന്തോഷം കണ്ടപ്പോൾ സുലുവിൻ്റെയും കണ്ണു നിറഞ്ഞു. അത് കണ്ടുകൊണ്ടാണ് നാച്ചുവിൻ്റെ ചേട്ടൻ നിയാസ് കയറി വന്ന്. ഉപ്പച്ചി! സത്താറിനെ കണ്ട് അവനും ഓടി വന്നു. സത്താർ അവനെയും ചേർത്ത് പിടിച്ചു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. കുഞ്ഞു നാച്ചു ഇന്ന് വലിയൊരു പെണ്ണാണ്. കോളേജ് വിട്ടു വന്ന നാച്ചു ദേഷ്യത്തോടെ മുറിയിൽ കയറി വാതിലടച്ചു. ഉമ്മ, ഈ നാച്ചുവിനെന്തു പറ്റി? എനിക്കറിയാൻ മേല, നീ തന്നെ പോയി ചോദിക്കും നിയാസെ. നാച്ചു, വാതിലുറക്ക്. നിയാസ് കുറെ തട്ടിയതിനു ശേഷമാണ് നാച്ചു വാതിൽ തുറന്ന്. അവിടെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിരുന്നു. എന്താടാ, എൻ്റെ കുഞ്ഞിപ്പങ്ങൾക്ക് എന്തു പറ്റി? ഇച്ചൂസേ. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു. ഹ, നീ കരയാതെ കാര്യം പറയുവണ്ണേ. ഇന്നും ആ ഷെബീറല്ലേ? അവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇതിപ്പോൾ പലതവണയെ ഇത് ഞാൻ ഉപ്പാനോട് പറയും. വേണ്ടിക്കൂ, എനിക്ക് പേടിയാ. എങ്കിൽ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. നിയാസ്, എനിക്ക് നസീമ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ പോലെ തെണ്ടി നടക്കുന്നവന് കൊടുക്കാനല്ല എൻ്റെ പെങ്ങളെ ഞങ്ങൾ കണ്ണിന് കൃഷ്ണമണി പോലെ നോക്കുന്നു. എൻ്റെ പെങ്ങളെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ജോലിയുമില്ല, സമ്പത്തുമില്ല, സൗന്ദര്യമില്ല. എന്ത് വിശ്വസിച്ചാ എൻ്റെ പെങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നത്? നിയാസ് ഷെബീറിന്റെ ഷർട്ടിനെ കോളിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞു. ഇനി മേലാൽ എൻ്റെ പെങ്ങൾ പോകുന്ന വഴിയെ വന്നാ ഞാൻ ആരാണെന്ന് നീ അറിയേ? നിയാസും കൂട്ടുകാരൻ തിരിഞ്ഞടക്കുമ്പോൾ ഷെബീർ കടവായിൽ നിന്ന് ഒരു ചെറുങ്ങുന്ന ചോര തുടച്ച് നീക്കി പിടയുന്ന നെഞ്ചുമായി നിന്നു. ഇക്ക, പറഞ്ഞു കേട്ടിടത്തോളം ഇത് നല്ലൊരു ബന്ധം. നാച്ചുവിന് ഇതിനേക്കാൾ നല്ലൊരു ബന്ധിനി കിട്ടാനില്ല. പക്ഷേ സുലു, ഓൾക്കിപ്പോൾ 18 തികഞ്ഞല്ലേ ഉള്ളൂ. ഇനിയും പഠിക്കണമെന്ന് അവളുടെ ആഗ്രഹം. അതൊക്കെ നിൽക്കാഴിഞ്ഞാലും പഠിക്കാലോ ഇക്ക. നമ്മുടെ നാച്ചുവിൻ്റെ പ്രായ സീനത്തിൻ്റെ മകൾ റസീമയ്ക്ക് ഓൾക്കിപ്പോൾ ഒരു കുട്ടിയായി. സുൽഫിയുടെ തരകണ മന്ത്രം കൊണ്ട് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും സത്താർ ആ യുവാത്തിന് സമ്മതിച്ചു. നിറഞ്ഞു വന്ന മിഴികൾ കൊണ്ട് ദയനീയമായി നസീമ ഉപ്പാരെ നോക്കി. അയാൾ ആ നോട്ട് അവഗണിച്ചു. ഉപ്പ, ഇപ്പം ഈ നിൽക്കാതെ വേണം, നാച്ചു പഠിക്കട്ടെ. നിയാസെ, ഈ വലിയ വലിയ കാര്യങ്ങളൊരു തല വെക്കണ്ട. നസീമാന്റെ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടാൻ ഞാനും എൻ്റെ ഉപ്പയുണ്ട്, മനസ്സിലായോ? ഉമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ നിയാസിന്റെ ശബ്ദം നിലച്ചു. അങ്ങനെ പുത്തമ്പണക്കാരനായ കബീർ നസീമയെ നിക്കാഹ് കഴിച്ചു. നസീമയേക്കാൾ ഇരട്ടി വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്ന കബീറിന്. കെട്ടുകഴിഞ്ഞ 9ാം മാസത്തിൽ നസീമ കുഞ്ഞിപ്പാത്തുവിനെ പെറ്റു. മാസം തികഞ്ഞ് പ്രസവിച്ചാണെങ്കിലും കബീറിന്റെയും ഉമ്മ ആമിനമ്മയുടെയും മനസ്സിൽ അത് സംശയത്തിന്റെ വിത്തുകൾ വിതച്ചു. കബീറോ ഉമ്മയെ ആ കുഞ്ഞിനെ ഒന്ന് വാരിയെടുക്കാൻ പോലും തയ്യാറായില്ല. എങ്കിലും പ്രാരാബ്ധക്കാരനായ ഉപ്പേനെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി നസീമ വീണ്ടും കെട്ടിയവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കുഞ്ഞിപ്പാത്തുവിനെയും വെച്ചുകൊണ്ട് വീട്ടിലെ പണിയും ഭർത്താവിൻ്റെ ഉമ്മയുടെയും കാര്യങ്ങൾ നോക്കി നസീമ വശം കെട്ടു. അധികം വൈകാതെ തന്നെ നസീമ വീണ്ടും ഗർഭിണിയായി. ഒരു കുഞ്ഞാശിയെ പടച്ചോ നസീമ കൊടുത്തു. വർഷങ്ങൾ കടന്നുപോയിട്ടും കബീറിന് മാറ്റമൊന്നും ഉണ്ടായില്ല.
വിവാഹം കഴിഞ്ഞും പഠിപ്പിക്കുന്നുള്ള ഉറപ്പിന്മേലാണ് നസീമയുടെ ഒപ്പം അവളെ പിടിച്ച് കബീറിനെ ഏൽപ്പിച്ച്. പക്ഷെ അയാൾക്ക് വേണ്ടത് തൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വേലക്കാരിയായിരുന്നു. പാത്തുവിനോട് അയാളുടെ സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പാത്തുവിനെ അയാൾ ഒരിക്കലും മകളായി കണ്ടിട്ടില്ല. ആദ്യം നസീമയ്ക്ക് അത് വിഷമമുണ്ടാക്കിയെങ്കിലും പിന്നെ അവൾ അതുമായി പൊരുത്തപ്പെട്ടു. മകളുടെ അവസ്ഥ കണ്ട് മനംനൊന്താണ് നസീമയുടെ ഒപ്പം അവരെ വിട്ടുപോയത്. ആംഗ്ല നിയാസാണെങ്കിൽ കുടുംബത്തോടൊപ്പം വിദേശത്ത് സ്ഥിരതാമസമാക്കി, ഒപ്പം ഉമ്മയെയും കൂട്ടി. അന്നൊരു നശിച്ച രാത്രിയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയും ഇടിയുമായിരുന്നു. ആഷിക്കാണെങ്കിൽ ചുട്ടുപൊള്ളുന്ന പനിയും. എൻ്റെ പടച്ചോനെ, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. തുണി നനച്ച് കുഞ്ഞിനെ നെറ്റിയിലിട്ടിട്ടും പനിക്ക് ശമനം ഉണ്ടായില്ല. മോളെ പാത്തു, വാവയെ നോക്കണേ, ഉമ്മച്ചി അപ്പുറത്തുനിന്ന് ഒരു ഓട്ടോ കിട്ടുമോ നോക്കട്ടെ. കുറച്ച് സമയത്തിനകം ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് നസീമ കയറി വന്നു. പാത്തുമോൾ അപ്പുറത്ത് ദേവകീർത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കണം. ഉമ്മച്ചി മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാട്ടോ. ഉമ്മച്ചി, ഞാനും കൂടി. നസീമ നിസ്സായതയോടെ പാത്തുവിനെ തിരിഞ്ഞു നോക്കി. മോളെ, ഉമ്മിക്ക് രണ്ടാളെയും നോക്കാൻ പാടാ. എൻ്റെ മോൾ അപ്പുറത്ത് പോയി ഇരിക്കുക, ഉമ്മ വേഗം വരാം. മനസ്സിലാ മനസ്സോടെ നസീമ പാത്തുവിനോട് തനിച്ചാക്കിയ ഓട്ടോയിൽ കയറിപ്പോയി. ഡീ, വാർഡന്റെ ശബ്ദമാണ് നസീമയെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത്. നീ എന്തായാലും സ്വപ്നം കാണുവാണോ? ഇനിയിപ്പോൾ ഇരുന്ന് കാണാം, അധികം നാളില്ലല്ലോ അല്ലേ? മുഖം കൂട്ടി പുച്ഛത്തോടെ അവർ പറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് നസീം എഴുന്നേറ്റു. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സ്വന്തം ആങ്ങളെയോ ഉമ്മയോ പോലും തന്നെ ഒരു നോക്ക് കാണാൻ വന്നിട്ടില്ലല്ലോ എന്ന് വേദനയോട് അവൾ ഓർത്തു. ഒരുപക്ഷെ തൻ്റെ ഉപ്പ ജീവനോടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആശയെങ്കിലും അനാഥനായി വളരാതിരുന്നേനെ. ആരാ വന്ന്? അവൾ സൗമ്യമായി ചോദിച്ചു. ഏതൊരു വക്കീലാ. എനിക്കാരെയും കാണണ്ട. ഒന്നും എനിക്കറിയണ്ട. നിന്നെ കൊണ്ട് മേഡം ചെല്ലാൻ ആവശ്യപ്പെട്ടു. മേലേക്ക് വന്നേ. അവസാനം വേറെ നിവൃത്തിയില്ലാതെ അവൾ അവർക്കൊപ്പം ചെന്നു. വാർഡിൻ്റെ മുറിയിൽ വക്കീലിൻ്റെ വേഷത്തിൽ ഒരാളുണ്ടായിരുന്നു. അവൾ അയാളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. നസീമ, സാറിന് എന്താ വേണ്ട? ഞാൻ അപ്പീലിന് പോകുന്നില്ല. എനിക്ക് ജീവിക്കണ്ട. ഈ ശിക്ഷ ഞാൻ സ്വയം ഏറ്റുവാങ്ങിയതാ. നാച്ചു, അയാൾ ആർദ്രമായി വിളിച്ചു. അത് കേട്ടപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൾ മിഴികൾ ഉയർത്തി നോക്കി. ഷബീർക്ക്, അപ്പം എന്നെ മറന്നിട്ടില്ല അല്ലേ? മാഡം, എനിക്ക് നസീമിടം തനിച്ച് സംസാരിക്കണം. ഷബീർ തിരിഞ്ഞെന്ന് വാർഡനോട് ആവശ്യപ്പെട്ടു. അതിനെന്താ, നിങ്ങൾ സംസാരിച്ചുള്ളൂ. ഷബീർ നസീമയെ കുറിച്ച് നീങ്ങി നിന്നു. നാച്ചു, നിനക്ക് എന്താടി പറ്റി? ഞാനറിയുന്ന, ഞാൻ സ്നേഹിച്ചെന്നെ നാച്ചു ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവസാന വാചകം പറയുമ്പോൾ അയാളുടെ വാക്കുകൾ ഇടർച്ചയുണ്ടായിരുന്നു. ഇക്കാക്കറിയുന്ന നാച്ചുവല്ല ഞാനിപ്പോൾ നസീമയാ, കൊലയാളി നസീമ. അതും പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു. നാച്ചു, മതി, നിർത്ത്. എന്നെ നാച്ചുവിന് ആരെയും കൊല്ലാൻ സാധിക്കില്ല. നീ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കില്ല. എന്തിനാ നിങ്ങൾ എന്നെ അവിശ്വസിക്കുന്നത്? എൻ്റെ ഇക്കു വിശ്വസിച്ചു, എൻ്റെ ഉമ്മച്ചി വിശ്വസിച്ചു, പിന്നെ നിങ്ങളാരാ എന്നെ അവിശ്വസിക്കാൻ? അന്നും ഇന്നും ഈ ഇടനെഞ്ചിലെ നീയാണ് പെണ്ണെ. എൻ്റെ മരണം വരെ നീ ഉണ്ടാവും, എൻ്റെ കൽബിലെ റാണിയായിട്ട്. ഷബീറിൻ്റെ വാക്കുകൾ കേട്ട് വിശ്വാസപരാ നസീമ നിന്നു. നിന്റെ കഴുത്തിൽ എൻ്റെ മഹർ വീണിട്ടില്ല എന്നേ ഉള്ളൂ. ഇന്ന് നീ എനിക്കെൻ്റെ പാതിയാണ്. പറയ്, എന്തിനായിരുന്നു ഈ കബീറിനെ? സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ കാമഭ്രാന്തിന് ഇരയാക്കി ശ്വാസം മുട്ടിച്ചു കൊന്ന അയാളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പറ. വെട്ടിയരിഞ്ഞു അയാളുടെ ജനനേന്ദ്രിയം. അലറിക്കരഞ്ഞോട് നസീമ പറയുന്നതായിട്ട് വിശ്വാസം വരാത്ത അറിഞ്ഞിരുന്നു ഷബീർ. പനി കൂടി ഫിക്സ് വന്ന ആശയമാരി തോളിട്ടുണ്ട് ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ എൻ്റെ കുഞ്ഞിനോട് കെഞ്ചി പറഞ്ഞ എന്നെയും കൊണ്ടുപോകും ഉമ്മച്ചിന്ന്. ദുഷ്ടയായ അമ്മയായി ഞാനത് കേട്ടില്ല. വെറും 9 വയസ്സ് മാത്രമേ എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് കാമം തോന്നാൻ എന്തുണ്ടായിരുന്നു അവളിൽ? എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എൻ്റെ പൊന്നുമോള്. മരിച്ചു വരകരിച്ച് കിടക്കുന്ന എൻ്റെ പൊന്നുമോള്. ഇക്കപ്പറ, എങ്ങനെ താകൂരമ്മ? സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കാനുള്ള ജന്മം മാത്രമല്ല, ആ സഹനത്തിൻ്റെ അവസാനം അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വരൂപമുണ്ട്. അത് പുറത്തു വരും. എന്തുകൊണ്ട് നീ ഇത് കോടതി പറഞ്ഞില്ല? എന്തിനാ പറഞ്ഞിട്ട് എന്തിനാ? നസീമ ഷബീറിന്റെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചുവിളിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ പാത്തുവിനെ ഇര എന്ന് വിളിക്കാറ് വേണ്ട. എൻ്റെ പൊന്നുമോൾ ആരും ഇരയാക്കണ്ട. എത്രയോ പെൺകുഞ്ഞുങ്ങൾ ഇര എന്നുള്ള പേരിൽ നിങ്ങൾ സമൂഹം വിളിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ നൊന്ത് പ്രസവിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മമാരുടെ ഹൃദയം നുറുകുന്ന വേദന നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതെ, സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു ഹാഷ്ടാഗ് ഇട്ടാലോ, തെരുവിൽ കുറെ മെഴുകുതിരി കത്തിച്ചാലോ ആ അമ്മമാരുടെ നെഞ്ചിലെ തീയണയില്ല. നിങ്ങളൊക്കെ തലകുരിച്ചെന്ന് വണങ്ങുന്ന ആ നീതി ദേവത ഒരിക്കലും കറുത്ത തുണിയിൽ മൂടിയ കണ്ണുകൾ തുറക്കില്ല. ഒരു കുഞ്ഞിന് നീതി കിട്ടാൻ പോകുന്നില്ല. ഇത് കലിയുക. ഇതുപോലെയുള്ള നരാധമ്മമാരെ ഇല്ലാതാക്കാൻ ഓരോ അമ്മമാരും മക്കളും ജീവനതുല്യം സ്നേഹിക്കുന്ന അച്ഛന്മാരും മുന്നിട്ടിറങ്ങുന്ന കാലം വരും. നാച്ചു, മതി. ഇല്ലേക്ക, കഴിയില്ല. ഒന്ന് മറക്കാനോ പൊറുക്കാനോ കഴിയില്ല എനിക്ക്. ഈ നസീമയുടെ ഉള്ളിലെ തീ അണയണമെങ്കിൽ ഞാൻ ഇല്ലാതാവണം. അപ്പൊ ഇവനോ? ഷബീർ കുറച്ചകലെ നിന്നിരുന്ന ആശയ അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓനെ, ഉമ്മച്ചി.
നസീമ ആഷിയെ വാരിപ്പണന്നു. ഉമ്മച്ചി പോകല്ലേ, മോനെ തനിച്ചാക്കി പോകല്ലേ, ആഷിക്ക് പേടിയാവുക. ആഷിയുടെ സങ്കടം കണ്ടപ്പോൾ നസീമ നിസ്സഹായായി ഷബീറിനെ നോക്കി. ഷബീർ അവൾക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. സുപ്രീം കോടതിയിലേക്കുള്ള അപ്പീലായിരുന്നത്. ആഷിക്ക് ഉമ്മയെ വേണം. കബീർ ചെയ്ത തെറ്റുള്ള ശിക്ഷ നീ കൊടുത്തു. നീ ചെയ്ത തെറ്റുള്ള ശിക്ഷ നീ അനുഭവിച്ചും കഴിഞ്ഞു. ആഷിപ്പ എത്തിങ്ങാനില്ലല്ല എൻ്റെ ഒപ്പ. എൻ്റെ മകനായിട്ട് ഞാൻ അവനെ വളർത്തും. ഷബീർ പറയുന്നതായിട്ട് നസീമയുടെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ട് മുഖം വിടർന്നു. പക്ഷേ കേട്ടപ്പോൾ സംശയത്തോടെ അവൾ ഷബീറിനെ നോക്കി. എൻ്റെ മോൻ അവൻ്റെ ഉമ്മയെ വേണം. അതിന് നിന്റെ കഴുത്തിൽ എൻ്റെ മഹർ വീഴണം. നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം നാച്ചു. കുറച്ചേരം എന്താ ആലോചിച്ചെന്ന നസീമ ആ അപ്പീൽ പേപ്പറിൽ ഒപ്പിട്ടെടുത്തു. ഷബീർ ആ പേപ്പർ വാങ്ങി നസീമയുടെ കൈകൾ ബലമായി അമർത്തി. ഞാനുണ്ട് നിനക്കെന്നൊരു വിശ്വാസം അതിനുണ്ടായിരുന്നു. ആശയം കൊണ്ട് ഷബീർ നടന്നു നീങ്ങുമ്പോൾ പ്രതീക്ഷയുടെ മറ്റൊരു തിരുനാളം നസീമയുടെ കണ്ണുകൾ വിടരുന്നുണ്ടായിരുന്നു.